CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മന്ത്രി MB രാജേഷ് എത്തും. MV ജയരാജനോ പി ശശിയോ പി ജയരാജനോ കണ്ണൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വരും. CS സുജാത, TN സീമ എന്നിവരിൽ ഒരാൾക്കും സാധ്യതയുണ്ട്. KP ഉദയഭാനു, കടകംപള്ളി സുരേന്ദ്രൻ, M വിജയകുമാർ എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. 75 വയസ്സ് പ്രായപരിധി കഴിയുന്ന 4 പേർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിയും. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, എന്നാൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഴിച്ചുപണി വരികയാണ്. ആർക്കൊക്കെയാണ് സാധ്യത, ആരൊക്കെയാണ് ഒഴിവാകുക? CPM-ന്റെ ജില്ലാ സമ്മേളനം ഇന്നലെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തോടുകൂടി അവസാനിച്ചു. ഇനി മാർച്ച് 6, 7, 8, 9 തീയതികളിൽ കൊല്ലത്ത് വെച്ചാണ് സംസ്ഥാന സമ്മേളനം. ജില്ലാ സമ്മേളനം അവസാനിച്ചതോടുകൂടി തന്നെ മറ്റ് ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുകയാണ്. നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 16 അംഗങ്ങളും ഒപ്പം പാർട്ടി സെക്രട്ടറിയും, അങ്ങനെ 17 പേരാണുള്ളത്. അതിൽ 4 പേരായിരിക്കും ഇത്തവണ ഒഴിയുക. അത് ഒന്ന് EP ജയരാജനാണ്, മറ്റൊന്ന് AK ബാലനാണ്, മറ്റൊന്ന് PK ശ്രീമതിയാണ്, പിന്നീട് ആനാവൂർ നാഗപ്പനാണ്. ഈ 4 പേർ ഒഴിയുമ്പോൾ ആരൊക്കെയാണ് സെക്രട്ടറിയിലേക്ക് വരിക എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ച. അതിൽ പാലക്കാട് നിന്ന് MB രാജേഷ് സെക്രട്ടറിയിലേക്ക് വരും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് എന്ന് തന്നെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, കണ്ണൂരിൽ നിന്ന് ആര് വരും എന്നത് നോക്കിക്കാണേണ്ട കാര്യമാണ്. 3 പേരുടെ പേര് സജീവമായി പരിഗണിക്കുന്നു. കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ സജീവമായി പരിഗണിച്ച P ജയരാജൻ്റെ പേരുണ്ട്, അവിടുത്തെ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ്റെ പേരുണ്ട്, ഒപ്പം P ശശിയുടെ പേരുണ്ട്. അതിൽ MV ജയരാജനോ P ശശിയോ വരാനാണ് സാധ്യത കൂടുതൽ എന്ന് തന്നെ മനസ്സിലാക്കുന്നു. PK ശ്രീമതി സെക്രട്ടേറിയറ്റിലുള്ള ഏക വനിതയായിരുന്നു. ശ്രീമതി ടീച്ചർ 75 വയസ്സ് പ്രായപരിധിയുടെ പേരിൽ ഇത്തവണ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറും. സ്വാഭാവികമായും ഒരു വനിത വരും എന്ന് ഉറപ്പാണ്. അതിൽ പരിഗണിക്കുന്ന 2 പേരാണ്. ഒന്ന് CS സുജാതയാണ്, മറ്റൊന്ന് TN സീമയാണ്. ഒപ്പം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന KP ഉദയഭാനുവിൻ്റെ പേര് സജീവമായി ചർച്ച ചെയ്യുന്നു. കോഴിക്കോട് നിന്ന് പ്രദീപ് കുമാറിൻ്റെ, കഴിഞ്ഞ തവണ സെക്രട്ടേറിയറ്റിൽ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു പേരാണ് പ്രദീപ് കുമാറിൻ്റെ പേരും ചർച്ചയാവുന്നുണ്ട്. ഒപ്പം KP സതീഷ് ചന്ദ്രൻ കാസർഗോഡ് നിന്ന്, അദ്ദേഹത്തിൻ്റെ പേരും ചർച്ചയിലുണ്ട്. എറണാകുളം ജില്ലാ സെക്രട്ടറിയായ CN മോഹനെ സെക്രട്ടേറിയറ്റിലെടുത്ത് പകരം മറ്റൊരു ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തും എന്ന തരത്തിലുള്ള ചർച്ചകളുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആനാവൂർ നാഗപ്പൻ ഒഴിയുമ്പോൾ ഒരാൾ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്നുറപ്പാണ്. അത് TN സീമയാണെങ്കിൽ TN സീമയിൽ നിൽക്കും. അതല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെയും M വിജയകുമാറിൻ്റെ പേരാണ് സജീവമായി പരിഗണിക്കുന്നത്. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഴിച്ചുപണി. അതിൽ 75 വയസ്സിൻ്റെ പ്രായപരിധി ഉള്ളതുകൊണ്ട് 4 പേർ പുറത്തു പോകുമ്പോൾ പുതിയ 4 പേർ, അതിൽ പാലക്കാട് നിന്നും MB രാജേഷിൻ്റെ പേര് ഏറെക്കുറെ സ്ഥിരീകരണമാകുന്നു. എന്നാൽ കണ്ണൂരിൽ നിന്ന് ആര് വരും? MB ജയരാജൻ വരുമോ, P ശശി വരുമോ, P ജയരാജൻ വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാത്തിരിക്കാം. മാർച്ചിലാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുക.